ഹലോ ഹായ് വെൽക്കം ടു ലെപ്പൂസ് ഡയറി. നമുക്കിന്ന് 3 ഡ്രിങ്ക്സിനും പരിചയപ്പെടാം. എന്തായാലും ഇഫ്താറൊക്കെ അല്ലേ, നാട്ടിൽ നല്ല ചൂടുമാണ്. അപ്പോൾ അതിന് പറ്റിയ 3 ഡ്രിങ്ക്സാണ് ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. 3 നല്ല റിഫ്രഷിങ് ആയിട്ടുള്ള ഡ്രിങ്കാണ്. അപ്പോൾ ഫസ്റ്റത്തെ ഡ്രിങ്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ പേരാണ് കോക്കോ ലെമണേഡ്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് ഈ കാണിക്കുന്നത്. ഇതൊക്കെ ഞാൻ 1 കപ്പ് സെർവിങ്ങിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് 2 കപ്പ് ആക്കണമെങ്കിൽ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഡബിൾ ചെയ്താൽ മതിയാവും. അപ്പോൾ ആദ്യം ഒരു 1/2 കപ്പ് തേങ്ങ, 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, 2 ഏലക്ക, പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, 1/2 കപ്പ് ഐസ് ക്രഷ് ചെയ്തതാണ്, 1/2 കപ്പ് വെള്ളം. ഇത് നല്ലോണം ഒന്ന് അരിച്ചെടുക്കാം. അരിച്ചതിന് ശേഷം ഇത് നമുക്കൊരു സ്ട്രെയിനറിലിട്ടിട്ട് നല്ലോണം ഒന്ന് അരിച്ചെടുക്കാം. ഇത് എന്നിട്ട് ഒരു സെർവിങ് ഗ്ലാസ്സിലോട്ടേക്ക് മാറ്റാം. അടിപൊളി ഡ്രിങ്കാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി രണ്ടാമത്തെ ഡ്രിങ്ക് പരിചയപ്പെടാം. അതിൻ്റെ പേരാണ് വാട്ടർ മെലോൺ പഞ്ച്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ഒരു 2 കപ്പ് വത്തക്ക എടുത്തിട്ടുണ്ട്. അതിന് 1.5 ടേബിൾ സ്പൂണ് ഷുഗർ, പിന്നെ ഒരു 2 ടേബിൾ സ്പൂണ് ലെമൺ ജ്യൂസ്, പിന്നെ പുതിനേൻ്റെ ഇല 1/4 കപ്പ്, ഒരു 1/2 ടീസ്പൂണ് കുരുമുളക്, 1/4 ടീസ്പൂൺ ഉപ്പും. ഇത് നല്ലോണം ഒന്ന് അരിച്ചെടുക്കുക. എന്നിട്ട് ഇത് നമുക്കൊരു സ്ട്രെയിനറിലിട്ടിട്ടൊന്ന് നല്ലോണം അരിച്ചെടുക്കണം. ഇത് എന്നിട്ട് ഒരു സെർവിങ് ഗ്ലാസ്സിലോട്ടേക്ക് നമുക്ക് മാറ്റാം. ഇതിൻ്റെ സ്റ്റാർ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഈ പെപ്പറും സോൾട്ടും ആണ്. അതാരും സ്കിപ്പ് ചെയ്യാതിരിക്കുക. ഇനി മൂന്നാമത്തെ ഡ്രിങ്ക് എന്താ നോക്കാം. അത് നമ്മുടെ അനാർ ജ്യൂസാണ്. അപ്പോൾ അതിലെന്താണ് വ്യത്യാസം എന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് ഈ കാണിക്കുന്നത്. ഇവിടെ ഞാനൊരു വലിയ അനാറാണ് ഉപയോഗിച്ചത്. അത് 1 കപ്പോളം വരും. അത് നല്ലോണം ഒന്ന് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് നമുക്കതൊന്ന് അരിച്ചെടുക്കാം. ഇത് എന്നിട്ടൊരു ഐസ് ക്യൂബ് ട്രേയിലോട്ടേക്ക് മാറ്റാം. എന്നിട്ടൊരു 1-2 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ 1 കപ്പ് പാലുണ്ടല്ലോ അതും, പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഒരു സ്കൂപ്പ് വാനില ഐസ്ക്രീം, ഇതൊക്കെ കൂടെ നല്ലോണം ഒന്ന് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇത് എന്നിട്ടൊരു സെർവിങ് ഗ്ലാസ്സിലോട്ടേക്ക് മാറ്റാം. ഇതിലേക്ക് നേരത്തെ നമ്മൾ സെറ്റ് ചെയ്യാൻ വെച്ച അനാറിൻ്റെ ക്യൂബ്സ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഈ ഡ്രിങ്ക്സൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ട്രൈ ചെയ്തിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.